പത്തനംതിട്ടയിലും ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തായാലും രാഷ്ട്രീയ നാടകങ്ങൾ UDF-ഉം NDA-യും തുടർന്നു പോരുമ്പോഴും ചിട്ടയായ സംഘടനാ പ്രവർത്തനവും ചിട്ടയായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ തന്നെ ആ ഒരു പ്രചാരണ ചൂടിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഒരുപടി മുന്നിൽ LDF എപ്പോഴും നിൽക്കുമ്പോൾ എങ്ങനെയാണ് സുജുട്ടി ബാബു അവിടെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ 6:19 ആയിരിക്കുന്നു. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ കേരളം വോട്ടിംഗ് ബൂത്തിലേക്ക് എത്താൻ. സുജു, തീർച്ചയായിട്ടും ഭദ്ര, വോട്ടിങ്ങിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട നഗരസഭയിലെ വാർഡ് 27-ലാണ്. ഇവിടെ നമുക്ക് പോളിംഗ് സാമഗ്രികളുടെ എല്ലാം പരിശോധനകളൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ ആദ്യ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആദ്യ വോട്ടർമാരായി എത്താൻ വേണ്ടി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 27-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി അഷ്ന അയൂബ് ഉൾപ്പെടെയുള്ളവരാണ് ആദ്യ വോട്ടറാകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് അഷ്നയെ ഉൾപ്പെടെ കാണാൻ സാധിക്കും. അഷ്ന അയൂബിനെ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥിയും എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു വോട്ടറായി ചേട്ടനും എത്തിയിട്ടുണ്ട്. അങ്ങനെ വോട്ടർമാരും എത്തിയിരിക്കുകയാണ്. ആദ്യ വോട്ടർ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാനുള്ള ലക്ഷ്യത്തിലായിരിക്കാം ഇവരെത്തിയിരിക്കുന്നത്. അത്തരത്തിലാണ് പോക്ക് പോളാണ് ഇപ്പോൾ നടക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ വാർഡ് 30-ലെ പോളിംഗ് ബൂത്തുമുണ്ട്. ഒരു മാസം നീണ്ടുനിന്ന പ്രചരണത്തിനൊടുവിൽ ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലെ വോട്ടർമാരും വോട്ട് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അങ്ങനെ തിരഞ്ഞെടുപ്പ് ഉത്സവത്തിന് അതിൻ്റെ ഉത്സവത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. ഈ പത്തനംതിട്ട ജില്ലയിൽ 10,65,000 വോട്ടർമാരാണുള്ളത്. 3000-ലധികം സ്ഥാനാർത്ഥികളുടെ ജനവിധിയാണ് ഈ വോട്ടർ സമ്മതിദായകർ എന്ന് നിശ്ചയിക്കുക. ജില്ലയിൽ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും കണക്കുകളൊക്കെ തന്നെ LDF-നെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം പകരുന്നത് തന്നെയാണ്. അതുതന്നെയാണ് ഇത്തവണ കരുത്ത് പകരുന്നതും അതുതന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തിരുന്നു. ആ ചർച്ച ഭദ്ര സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചർച്ച ചെയ്ത് വികസനം തന്നെയായിരുന്നു. കഴിഞ്ഞ 9 വർഷത്തെ LDF സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കിയ വികസന പദ്ധതികളുമാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF പ്രധാനമായി ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുവന്നത്. വിവാദങ്ങൾക്ക് പിന്നെ പോകാൻ തയ്യാറായി UDF-നും തിരിച്ചടിയായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒളിവ് ജീവിതവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ അനുകൂലികൾക്ക് വാരിക്കോരി സീറ്റ് DCC നൽകി. പക്ഷേ ഒടുവിൽ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ അത് തിരിച്ചടിയിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ സ്വാധീനിക്കുന്നുമുള്ള കാര്യങ്ങളൊക്കെ ഇനി തെരഞ്ഞെടുപ്പിന് ഫലം എത്തുമ്പോൾ കൃത്യം വ്യക്തത വരികയുള്ളൂ. 1225 പോളിംഗ് ബൂത്തുകളും 6250 ബാലറ്റ് യൂണിറ്റുകളുമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. ഇതിനായി 5896 പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് ദിവസം ഇന്ന് ഡ്യൂട്ടിയിലുണ്ട്. എന്തായാലും പത്തനംതിട്ട ഇപ്പോൾ തിരഞ്ഞെടുപ്പിലേക്ക് സജ്ജമായിരിക്കുകയാണ്. പോളിംഗുമായി ബന്ധപ്പെട്ട മോക്ക് പോളുകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും 7 മണിക്ക് തന്നെ കൃത്യം വോട്ടെടുപ്പ് ആരംഭിക്കും. ഇതുവരെയും മെഷീനുകൾ തകരാറിലായതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എല്ലാ ഇടത്തും പോളിംഗ് കൃത്യമായി മുമ്പോട്ട് പോകുക തന്നെ ചെയ്യുകയാണ് ഭദ്ര.